അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹജ്ജിൻ്റെ ഇഹ്റാം ചെയ്യുന്നതിൻ്റെ 4 രൂപങ്ങളെ വിശദീകരിച്ചിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് ഇന്ന് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഹജ്ജിനോ ഉംറക്കോ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായൊരു കാര്യങ്ങൾ. നമ്മൾ പോകുന്നത്, ഇത്രയും പൈസ മുടക്കി പോകുന്നത് നമ്മളെ ഇബാദത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത വേണം. നല്ല ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഓരോ ഇബാദത്തുകളും വീഡിയോ ചെയ്ത് നമ്മൾ ഹജ്ജ് ചെയ്യുമ്പം എന്നപോലെ തവാഫ് ചെയ്യുമ്പം ഈ സഫ മർവൻ്റെ ഇടയിൽ ചുറ്റുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നമ്മളെ ചിന്ത ഇതിലേക്കായി മാറാതെ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു ഇബാദത്താണെന്നുള്ള ആ ഒരു ബോധം ഉണ്ടാകണം. എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാവരുത്. നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് എന്നാലിതാ ഞാനിപ്പോൾ റുക്കൂലാണ്, ഞാൻ സുജൂദിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കില്ല. ഏതുപോലെ നമ്മൾക്ക് നിർബന്ധമായ ഇബാദത്താണല്ലോ ഹജ്ജ്, അതുപോലെ ഉംറ. ഈ നിർബന്ധമായ ഇബാദത്ത് ചെയ്യുമ്പം അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് എന്ന രൂപത്തിൽ നമ്മൾ ചെയ്താൽ അതിന് ഒരു ഫലമില്ല. ഈ കാണിക്കൽ തന്നെ ഉണ്ടോ? ഇവരെ പറ്റി മൊറായി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. ജനങ്ങൾ കാണാൻ വേണ്ടി ഹജ്ജോ ഉംറയോ എന്ത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അവരോട് പ്രതിഫല ദിവസത്തിൽ അള്ളാഹ് പറയും, നീ ആര് കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്തോ അവൻ്റെ അടുത്തേക്ക് പോകുകയെന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യണം, നമ്മൾ ഈ ഇത്രയും വിഷമിച്ച് ബുദ്ധിമുട്ടായി പോകുന്നത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ഒരു സ്ഥലത്ത് നമ്മൾ ഇബാദത്തുകളൊക്കെ കഴിഞ്ഞാൽ, ഉംറ കഴിഞ്ഞാൽ, ഹജ്ജൊക്കെ കഴിഞ്ഞാൽ ഹറമിൻ്റെ അടുത്ത് വെച്ചോ കാബിൻ്റെ അടുത്ത് വെച്ചോ റോളൻ്റെ അടുത്ത് വെച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ആ ഇബാദത്തിൽ അത് ബന്ധിക്കരുത്. ഇതൊക്കെ എത്രയോ ആളുകൾ ചെയ്തുകൊണ്ട് നമ്മളെ ആ ഇബാദത്ത് അതല്ലാതെ മാറുക ചെയ്യണത്. നമ്മൾ വളരെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളിവിടുന്ന് പോയില്ലേ, ഇവിടുന്ന് പോയിട്ട് അവിടെ എത്തിയതിൻ്റെ ശേഷം നമ്മളെ എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും ഇബാദത്തിൽ നിരതരായിക്കൊണ്ടേയിരിക്കണം. നമ്മളൊരു സെക്കൻഡും അവിടെ വെറുതെ കളയാൻ പാടില്ല. എത്ര ദിവസമാണ് നിൽക്കുന്നതെങ്കിൽ, 40 ദിവസമാണ് ഹജ്ജിന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ തൽബിയത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഓരോ പ്രവർത്തനങ്ങൾ ഓരോ അവസരത്തിലും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ഇത് തന്നെ ആയിരിക്കണം നമ്മളെ മന്ത്രങ്ങൾ. എന്നതുപോലെ തന്നെ നമ്മൾ ദുന്യവും ഉഖറവിയുമായ കാര്യങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സന്ദർഭമാണത്. ഇങ്ങനെ നല്ല നിലക്ക് ഹജ്ജ് ചെയ്താൽ അവനെപ്പറ്റി റസൂലുള്ള പറഞ്ഞെന്താണ്, അവന് സ്വർഗമാണ് പ്രതിഫലം. അവന് സ്വർഗം, നല്ല സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നും, ആരെങ്കിലും ഹജ്ജ് കബൂലായ ഹജ്ജ് ചെയ്താൽ ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ പാപമുക്തനായിട്ട് മടങ്ങുന്ന. അപ്പം ഇങ്ങനെ മടങ്ങണമെങ്കിൽ നമ്മളെ എല്ലാ ഇച്ഛകളും, തടികൾക്ക് ആഗ്രഹിക്കുന്ന ഇച്ഛകളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഒരു ഇബാദത്ത്, അള്ളാഹു കണക്കാക്കിയ ഇബാദത്ത് അതർഹിക്കുന്ന രൂപത്തിൽ ഇത്രയും പുണ്യമായ സ്ഥലത്ത് ഞാൻ എത്തിയല്ലോ റബ്ബേ എന്നുള്ള നിലക്ക് റസൂലുള്ള നടന്ന മണ്ണാണിത്. ഈ മണ്ണിൽ ഞാൻ അങ്ങനെ എന്ത് ചെയ്യണം, റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് നടക്കണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ റസൂലുള്ള നടന്ന ഈ മദീനയിലൂടെ ഞാൻ ചെരുപ്പിട്ട് നടക്കില്ല, കുതിരപ്പുറത്ത് സഞ്ചരിക്കില്ല, വാഹനം കയറില്ല എന്നൊക്കെ പറഞ്ഞ ഇമാമിങ്ങൾ നടന്ന മണ്ണ്. ആ മണ്ണിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെ പത്രാസുകളും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുത്തിങ്ങനെ നടക്കുന്നത്. എന്ത് കാര്യമാണുള്ളത്? നമ്മളെ എല്ലാ ഇബാദത്തും വെറുതെ പൂജ്യമായി പോയില്ലേ. ഈ ഒരു ചരിത്രം പറയുന്നേക്കാം, ഒരിക്കലും ഒരാൾ ഒരു വീട്ടിലേക്ക് വിരുന്ന് വന്ന സമയത്ത് വെള്ളം കൊണ്ടു കൊടുക്കാൻ വന്ന സമയത്ത് ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, ഞാൻ 1ാമത്തെ ഹജ്ജിനല്ല 2ാമത്തെ ഹജ്ജിന് പോയപ്പം കൊണ്ടുവന്ന പാത്രത്തിൽ കൊണ്ടുപോകാമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആൾ വലിയ അധികം ഇൽമുള്ള ആളായിരുന്നു. മാമൂനൊറ്റയാണെന്ന് എനിക്ക് തോന്നുന്നത്, പേരെനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം വളരെ സാധു തന്നെ, ഇയാളെ പറച്ചിൽ കൊണ്ട് 2 ഹജ്ജും ബാത്തിലായി എന്ന്. കാരണം എന്താണ്, ഇത് ജനങ്ങളറിയാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇഖ്ലാസോട് കൂടെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധ്യത ഉണ്ടായിക്കൊള്ളുന്നില്ല. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മളെല്ലാ വിഷമങ്ങളും അത് അറബിയിലോ മലയാളത്തിലോ എങ്ങനെയാണെങ്കിലും, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചെയ്യലാണ് ഹജ്ജ്, പറയലൊക്കെ എന്താണ് സുന്നത്തേ ഉള്ളൂ. ഈ ഒന്നും ചെല്ലാതെ ആണെങ്കിലും കർമ്മങ്ങൾ ചെയ്താൽ തന്നെ അവനെന്താണ് ഹജ്ജായിട്ട് വിടും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യണം പ്രവർത്തനങ്ങൾ. എന്നതുപോലെ അവിടെ വെറുപ്പില്ല, മറ്റു വൈരാഗ്യമില്ല, അവൻ എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ എൻ്റെ ജാതി, എൻ്റെ നാട്ടുകാരനല്ല, ഇതൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ, എല്ലാവരെയും സഹായിക്കുക, പരസ്പരം സഹായിക്കുക. താവനു വലൽ ബിരി വത്തക്കുക വല താവനു വലൽ ഇസ്മി വല്ലതുവാന.
ഇതൊക്കെ നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കണം. ഒരാളെന്താണ് പോകാൻ പോകുന്നത് കണ്ടാൽ നമ്മൾ അവനെ പിടിച്ചു നിർത്തണം. അല്ലെങ്കിൽ കുഴഞ്ഞു കിടക്കുന്ന ഒരാളെ കണ്ടാൽ അവനെ നമ്മളെന്താക്കണം, അവന് വെള്ളമാണെങ്കിൽ വെള്ളം കൊടുക്കാൻ ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നത് എത്ര പ്രതിഫലമുള്ളതാണെന്നോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ട് ഇതിൻ്റെ അവസാനത്തെ ഹജ്ജാണെന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അവസാനത്തെ ഉംറയായിരിക്കാം എന്നുള്ള നിലയ്ക്ക്, എല്ലാ ഇബാദത്തിനും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മൾ ഇഖ്ലാസ് വളരെയധികം നമ്മൾ ഇഖ്ലാസോട് കൂടെ നമ്മൾ ഇബാദത്ത് ചെയ്തു പോരണം. എന്നാലേ നമുക്ക് വിജയമുള്ളൂ. എന്നാൽ നമുക്ക് ഇങ്ങനെ വന്ന ആളുകൾക്ക് പിന്നെയും പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അല്ലാത്തവർക്ക് തീരെ ഹറമ് കാണാത്ത ആൾക്കാർക്ക് ഇപ്പോൾ അവിടെ പോയിക്കൊള്ളുന്നില്ലല്ലോ. നമ്മൾ എത്ര ആൾക്കാരുണ്ട് കഴിവുണ്ടായിട്ട് ഹജ്ജിനും ഉംറയ്ക്കും പോകാത്തവർ. അവരിൻ്റെ ബാധ്യത വിടട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്ത് ബാധ്യത, മനുഷ്യന് എന്ത് ബാധ്യത ഉള്ളത്? മനുഷ്യൻ ഇവിടെ വന്നപ്പോൾ എന്തേണ്ടതിന് ഒന്നുമില്ലല്ലോ. അപ്പോൾ അവനും അവൻ്റെ കുടുംബത്തിനും ഈ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമൊക്കെ കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവൻ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഇത് ചെയ്ത് തീർത്തിട്ടേ ഇവിടെ നിന്ന് മരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ ദോഷിയാണ് മരിക്കുന്ന. നിർബന്ധമായ ഹജ്ജ് ചെയ്യാത്തവൻ അവൻ ദോഷിയായിട്ട് മരിക്കും. നിർബന്ധമായ നിസ്കരിക്കാത്തവൻ ദോഷിയാവുന്ന പോലെ തന്നെ. അപ്പോൾ ഈ നിർബന്ധമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാനൊരിക്കൽ ഓർക്കുകയാണ്, തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരുടെ അടുക്കൽ ഞാനൊരിക്കൽ പോയപ്പോൾ അവിടെ ഒരു വയസ്സായ ഒരാൾ വന്നാണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ നോക്കിയപ്പം മൂപ്പര് വേക്കൊക്കെ ചാടി. എന്നിട്ട് നിർത്തുകയാണ്, കരച്ചിൽ നിർത്തുകയാണ്. എന്തിനാണ് കരയണമെന്ന് വെച്ചു. അപ്പം ഞാൻ ഹജ്ജിന് പോകുകയാണ് എന്നാണ്. അപ്പോൾ ഇനി എന്തിനാ കരയണത്? ഇപ്പോൾ നിസ്കരിക്കാൻ വന്നപ്പോൾ കരഞ്ഞോ? എനിക്ക് നിർബന്ധമുള്ള നിസ്കാരത്തിനല്ലടോ വന്നത് എന്ന് പറയാൻ, എനിക്ക് നിർബന്ധമുള്ള ഹജ്ജിന് പോകണേന് എന്തിനാ കരയണതെന്ന് വെച്ച്. അപ്പോൾ ഇത്രക്കും അവരൊക്കെ ഇങ്ങനെയാണ് കണക്കാക്കി. അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.